ബ്രദേഴ്സിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റായി ഗൾഫ് ജീവിതം ആരംഭിച്ച മുരളീധരൻ ഇന്ന് ഗൾഫിലെ പ്രധാന വ്യവസായിയാണ്. KM ഭാട്ടിയയുടെ വാത്സല്യവും പ്രോത്സാഹനവുമാണ് ബിസിനസ്സിലെ ഓരോ പടിയും കയറാൻ സാധിച്ചത്. എന്റെ മൂത്ത സഹോദരൻ ദുബൈയിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് വിസ അയച്ചു തന്ന് ഞാനിവിടെ ആദ്യമായി എത്തിയത്. അന്ന് അദ്ദേഹം ഉണ്ടായതുകൊണ്ട് പിന്നെ വന്നതിന്റെ അന്ന് തൊട്ട് എനിക്ക് KM ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായതുകൊണ്ടും ഇവിടെ വന്നിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടി ഒന്നും വന്നില്ല. വന്നതിന്റെ നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ KM ബ്രദേഴ്സിലൊരു അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലിയിൽ ആരംഭിച്ചത്. KM ബ്രദേഴ്സ് എന്ന് പറയുന്നത് എന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KM ഭാട്ടിയ എന്റെ ഒരു പിതാവിനെ പോലെ വാത്സല്യത്തോടു കൂടി പ്രോത്സാഹനം തന്നതുകൊണ്ടായിരിക്കാം പടിപടിയായിട്ട് ആ കമ്പനിയിൽ അക്കൗണ്ടന്റായും പിന്നെ അതിനുശേഷം ഞാൻ സെയിൽസിലേക്ക് ട്രാൻസ്ഫർ ആയി. സെയിൽസിൽ നിന്നും ഉയർന്ന് അബുദാബിയിലെ ഏരിയ മാനേജറായി മാനേജിംഗ് പാർട്ണർ തസ്തിക വരെ ആയി. 1989 മാനേജിംഗ് പാർട്ണർ ആകുന്നത്. അതിനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. 1989 ആയപ്പോഴും എനിക്ക് തോന്നി എന്റെ സ്വന്തമായിട്ട് എനിക്ക് ബിസിനസ് തുടങ്ങണം, ഈ കമ്പനിയിൽ നിന്ന് ജോലി വിട്ടിട്ട് സ്വന്തമായിട്ട് തുടങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. ഞാൻ ശ്രീ KM ഭാട്ടിയെ അപ്രോച്ച് ചെയ്ത് എന്റെ മനസ്സിലുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പറഞ്ഞു, യു ആർ നോട്ട് ലിവിങ്, ഈ കമ്പനിയുടെ 20% ഷെയർ തന്ന് ഞാൻ താങ്കളെ മാനേജിംഗ് പാർട്ണർ ആക്കുന്നു. ഞങ്ങളോട് കോമ്പീറ്റ് ചെയ്യാത്ത എന്നുവെച്ചാൽ ട്രേഡിങ്ങിൽ ഫുഡ് സ്റ്റഫ് ട്രേഡിങ്ങിൽ കോമ്പീറ്റ് ചെയ്യാത്ത വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നതിനും സിൻസ് യു ബിക്കം മാനേജിംഗ് പാർട്ണർ വി ഹാവ് നോ ഒബ്ജക്ഷൻ. അതിനുശേഷമാണ് ഞാൻ സദേൺ ഫ്രൈഡ് ചിക്കൻ എന്ന ബ്രിട്ടീഷ് ഫാസ്റ്റ് ഫുഡ് കമ്പനിയായിട്ട് ജോയിൻ ചെയ്ത് സദേൺ ഫ്രൈഡ് ചിക്കൻ്റെ ഫ്രാഞ്ചൈസി ഇവിടെ അബുദാബിയിൽ ആരംഭിക്കുന്നത്. ഒരു ബ്രാഞ്ചിൽ നിന്ന് 2 ബ്രാഞ്ച് 3 ബ്രാഞ്ചായി ഉയർന്ന് ഇന്ന് 22ഓളം ബ്രാഞ്ചുകളുണ്ട് UAE. അതോടൊപ്പം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ത്യ പാലസ് എന്നിറങ്ങിയ അഥന്റിക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങി. അതും ഒരു വലിയ സക്സസ് ആയി. 49ers എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ സ്റ്റിക്ക് ഹൗസിന്റെ ഫ്രാഞ്ചൈസ് തുടങ്ങി. പിന്നെ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കാറ്ററിംഗ് ഒരു ഡിവിഷൻ ആരംഭിക്കുകയും ഇന്ന് ദുബായിൽ ഞങ്ങൾക്ക് ഹയാത്തിന്റെ 4 സ്റ്റാർ ബ്രാൻഡായ ഹോത്തോൺ എന്ന ഒരു 4 സ്റ്റാർ ഹോട്ടലുണ്ട്. ഒരു ബിസിനസിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ അത് തുടങ്ങുകയുള്ളൂ, എങ്കിലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെയധികം പ്രൊഫഷണലായി ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് കമ്പനിയെ എത്തിച്ചേരാൻ കഴിഞ്ഞു. ഇതൊക്കെ എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ട്. ഞാൻ ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന് ഞാൻ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാറുള്ളൂ. ഫാസ്റ്റ് ഫുഡ് തുടങ്ങുന്നതിന് മുൻപേ ഞാൻ UK പോയി അതിന് ട്രെയിനിങ് എടുത്തു. ഫാസ്റ്റ് ഫുഡ് സിസ്റ്റത്തിൽ നിന്ന് എനിക്ക് അറിയാവുന്ന ഒരു ജോലി അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത ജോലിയാണെങ്കിൽ ഞാൻ അത് ആദ്യം തറവായി പഠിച്ചതിന് ശേഷം ഒരു ലക്ഷ്യബോധത്തോടു കൂടി തുടങ്ങിയത് കൊണ്ടാകാം. പിന്നെ ചെയ്യുന്ന ജോലിയുള്ള ആത്മാർത്ഥത, കഠിനാധ്വാനം, ഗുരുക്കന്മാരോടുള്ള ബഹുമാനം, ഇതൊക്കെയാകാം എൻ്റെ വിജയം. എൻ്റെ വിജയത്തിന്റെ പിന്നിൽ എന്നെ പോലെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് അവർ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ ഒരു തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ മിക്കവാറും ഞാൻ നേരിട്ടാണ് റിക്രൂട്ട് ചെയ്യാറ്. അവരോട് പറയുന്നതിൽ കൂടുതൽ ഞാൻ അവർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ജോലിയുടെ സാധ്യതകളും ജോലിയിൽ അവർക്കുള്ള ഉത്തരവാദിത്വവും ഇവിടുത്തെ ജീവിത സാഹചര്യവും എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്യാറുള്ളൂ. അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസ സൗകര്യം, ഭക്ഷണം, യാത്രാ ചെലവ്,
മെഡിക്കൽ സൗകര്യം, ഇതെല്ലാം ഒരു കാരണവർ നോക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും ഈ സ്ഥാപനത്തോടുള്ള ആത്മാർത്ഥത കൂടും. അത് തന്നെയാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനെന്ന ഒരു സാധാരണ വ്യക്തിയെ ഒരു കോർപ്പറേറ്റ് ബോഡിയുടെ അധിപനാക്കി മാറ്റിയത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം കടപ്പാട് ഈ സമൂഹത്തോടുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ബാല്യവും കൗമാരവും പിന്നിട്ട നാട്ടിലും അതിനുശേഷം എൻ്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത UAE-യിലും ജനങ്ങളോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. ഈ കടപ്പാടുകൾ കടമില്ലാത്ത രീതിയിൽ തീർക്കുവാനാണ് മുരളിയ ഫൗണ്ടേഷൻ എന്നൊരു പ്രസ്ഥാനത്തിന് ഞാൻ തുടക്കം കുറിച്ചത്. വളരെ പ്രൊഫഷണലായി തന്നെ ഈ കടപ്പാടുകൾ നിറവേറ്റുക. മനുഷ്യൻ സമൂഹ ജീവിയാണല്ലോ. സമൂഹത്തോടുള്ള പ്രതിബദ്ധത നാട്ടിൽ മുരളിയ ഫൗണ്ടേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, വിദ്യാഭ്യാസവും ആതുര സേവാരംഗത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ മുരളിയ ഫൗണ്ടേഷന്റെ കീഴിൽ ഒരു നഴ്സറി സ്കൂൾ മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ പുനലൂരിൽ പ്രവർത്തിക്കുന്നു. ആതുര സേവാ രംഗത്തും അഞ്ചൽ ഹോസ്പിറ്റൽ ഫോർ മദർ ആൻഡ് ചൈൽഡ് BPL ലെവലിലുള്ള എല്ലാവർക്കും സൗജന്യമായിട്ടാണ് കൺസൾട്ടൻസി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ തന്നെ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന കൊട്ടാരക്കരയിലുള്ള ആശ്രയ എന്ന സ്ഥാപനം, ഗാന്ധിഭവൻ ഇന്റർനാഷണൽ എന്നൊരു സ്ഥാപനമുണ്ട് പത്തനാപുരത്ത് പ്രവർത്തിക്കുന്നു. ഈ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പിന്നെ എൻ്റെ ഗ്രാമം, എൻ്റെ പഞ്ചായത്ത്, എൻ്റെ വില്ലേജ്, ഇതൊക്കെ ഞങ്ങളൊരു സ്വപ്ന ഗ്രാമമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനത്തിലുമാണ്. വിദ്യാഭ്യാസപരമായി പറയുകയാണെങ്കിൽ ഞാൻ ചെയർമാനായിട്ടുള്ള വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ കൈപ്പറമ്പിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സമർത്ഥരായ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 200-ൽ പരം വിദ്യാർത്ഥികൾ സൗജന്യമായ ട്യൂഷൻ ഫീസോടും ഹോസ്റ്റൽ ഫീസോടും മെസ് ഫീസോടും കൂടി അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് സൗജന്യമായി നൽകുന്ന വിദ്യാഭ്യാസമാണ്, അവരുടെ കുടുംബത്തിൽ കാണുന്ന സന്തോഷമാണ് ഞങ്ങളുടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന 1000-ഓളം ട്രസ്റ്റീസിന്റെ സന്തോഷം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് അടുത്ത കാലത്ത് ഗാന്ധിഭവൻ ഇന്റർനാഷണലിന്റെ ആതുര സേവാരത്ന അവാർഡും ടെക്സാസിന്റെ മാൻ ഓഫ് ദി ഇയർ അവാർഡും എനിക്ക് കിട്ടിയത്. ഈ അവാർഡൊക്കെ ഒരു തരത്തിലൊരു പ്രോത്സാഹനമാണ്. അതോടൊപ്പം നമ്മളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ആക്കം കൂട്ടുകയുമാണ്. സാധാരണ ആൾക്കാർക്കുള്ള ഹോബികളൊന്നും എനിക്കുള്ളതായിട്ട് തോന്നുന്നില്ല. പ്രവൃത്തി ദിവസങ്ങളിൽ ഞാൻ വളരെയധികം തിരക്കിലാണ്. വെള്ളിയാഴ്ചയും അല്ലാതുള്ള അവധി ദിവസങ്ങളിലും മാത്രമാണ് എന്തെങ്കിലും ചെയ്യാനായി സമയം കിട്ടാറ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് എൻ്റെ ഈ ഒഴിവു ദിവസങ്ങൾ ഞാൻ മാറ്റിവെക്കാറ്. ഭാര്യ ഗൃഹസ്ഥയാണ്. മക്കളിൽ മൂത്തത് മകൾ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളത്ത് ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ ഇംഗ്ലണ്ടിൽ വാർവിക് യൂണിവേഴ്സിറ്റിയിൽ അക്കൗണ്ടിംഗ് ഫൈനാൻസിന് അണ്ടർ ഗ്രാജുവേഷന് ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണ്. മൂന്നാമത്തെ മകൾ GCSE എക്സാമിനേഷൻ എഴുതി ഇവിടെ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ട്. നമ്മുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം യുവതലമുറയോട് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്.
ഡ്രീം 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 ആൻഡ് പുട്ട് ദാറ്റ് ഡ്രീം ഇൻ ടു തോട്ട്സ് ആൻഡ് റിയാലിറ്റി. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ മൂല്യം നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക.